ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കോയമ്പത്തൂരേക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായി. ഇനി കോയമ്പത്തൂരാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വണ്ടി ഒന്ന് ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളെ ഫോൺ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരെയും കാണിച്ചു തരാം. അച്ഛൻ്റെ ഇരിക്കുന്നത്, അമ്മയുണ്ട്, ഇതെൻ്റെ വൈഫുണ്ട് ദുർഗ. അപ്പോൾ പോട്ടെ, ഇറങ്ങട്ടെ. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ലൈറ്റ് ഷോ ഒന്നും ഉണ്ടാവില്ല. ക്രിസ്മസ് ഹോളിഡേ ആയപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് കോയമ്പത്തൂർ ഈശ യോഗ സെൻറ്ററിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഞങ്ങൾ റെഡിയായൊക്കെ വന്നപ്പോഴത്തേക്കാണ്ട് ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ ചാലക്കുടി പാലം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞ പോലെ ചാലക്കുടി പാലം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ അമ്മയുടെ നാടായതുകൊണ്ട് കുറേ ഓർമ്മകളൊക്കെ പറയാനുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനാണെങ്കിൽ ഗംഭീര പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോണ വഴി ഫുള്ള് ഡെക്കറേഷൻസും കാണാമായിരുന്നു. ഇവിടെ ഒരു മരത്തുമ്പോൾ നിറയെ നക്ഷത്രം ഇട്ടിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. രാത്രി ലൈറ്റും കൂടി കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ടോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് 3 ടോൾ പാസ് ചെയ്തിട്ട് വേണം നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താൻ. അത് നമ്മുടെ ആദ്യത്തെ ടോളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോണ വഴിയിലൊക്കെ അത്യാവശ്യം കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ബ്ലോക്കൊന്നും ഇല്ലാണ്ട് സ്മൂത്തായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുതിരാൻതുരങ്കത്തിൻ്റെ അവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിനെയും പാലക്കാട് ജില്ലയിൽ വടക്കാഞ്ചേരിനെയും കണക്ട് ചെയ്യണ തുരങ്കമാണ്. നമ്മുടെ വണ്ടി EV ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ടാസ്ക് വണ്ടി ചാർജ് ചെയ്യലായിരുന്നു. വാളയാറായിരുന്നു നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. നമുക്കൊരു 63% ഒക്കെ ചാർജ് ബാലൻസ് ഉണ്ടായിരുന്നു. എന്നാലൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യാൻ കയറിയത്. ഫാസ്റ്റ് ചാർജിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടൈം എടുത്തില്ല. ഒരു 15 മിനിറ്റാണ് നമുക്ക് വേണ്ടി വന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ചായയും പഴംപൊരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ. അങ്ങനെ നമ്മൾ നമ്മുടെ ബോർഡർ കടന്ന് തമിഴ്നാട്ടിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നേച്ചർ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പോണ വഴി നല്ല ഭംഗിയുള്ള മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. മലകളുടെ ഇടയിൽ കൂടെ കാണുന്ന ഈ സൺസെറ്റും വയലുകളും ആട്ടുംകൂട്ടങ്ങളൊക്കെ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈറ്റ് ഷോൻ്റെ ടൈം 7 മണിയായിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ലൈറ്റ് ഷോ കാണാനായിട്ട്. പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യലായിരുന്നു അടുത്ത ടാസ്ക് കിട്ടിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ അധികം തിരക്കുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ആദ്യമൊക്കെ സ്കൾപ്ചറിൻ്റെ അടുത്ത് എത്തിയിട്ടോ. രാത്രിയിൽ സ്കൾപ്ചർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരുന്നു നമുക്ക് അവിടെ കിട്ടിയായിരുന്നത്. അങ്ങനെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. Appeared in the upper regions of Himalayas. No one knew who he was. When his ecstasy allowed him, he danced wildly. Union with the cosmos. They called him expounded. ഇത് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ തന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ക്ലിപ്സ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. നിങ്ങൾ അതും കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. ലൈറ്റ് ഷോ അല്ലാതെ നമുക്ക് വേറെ കുറേ കാര്യങ്ങളിലൂടെ കാണാനുണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ എത്തണം. അങ്ങനെ നമ്മൾ വേറെ ദിവസം രാവിലെ വരാമെന്നുള്ള പ്ലാനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് ഞങ്ങൾ വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.